അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളുണ്ട്. നമുക്കറിയാം 114 സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. പക്ഷെ പലതും നമ്മൾ ഓതാറുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥത്തിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇതുപോലെ നമ്മൾ വെറുതെ ഓതിപ്പോയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. പക്ഷെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണമൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്ലാം വലിയ പ്രശ്നമുള്ള ഒരു മതമാണോ? സമാധാന മതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ലോകത്തിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു മതമാണോ ഇസ്ലാം എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള എഴുത്തുകളും വീഡിയോകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വളരെ മനോഹരമായി ഈ ഒരു സൂറത്തിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. കാഫിരീങ്ങളായിട്ടുള്ള, അതായത് സത്യത്തിനെ അംഗീകരിക്കുക, അങ്ങനെ തന്നെ മനസ്സിലാക്കണം കേട്ടോ. സത്യത്തിനെ, നന്മയെ അംഗീകരിക്കാത്ത ആളുകൾ, അത് പറ്റില്ല. ആ രീതിയിൽ സത്യമായിട്ടുള്ള നന്മയായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല, അതുമാത്രവുമല്ല അത് ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ എതിർക്കുകയും ചെയ്യും എന്ന് പറയുന്ന ആളുകൾ, അവർ തന്നെയാണ് കാഫിറുകൾ. ആ കാഫിറുകളായിട്ടുള്ള ആളുകളോട് പറയുക, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ, അതായത് നിങ്ങൾ എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണോ ചെയ്യുന്നത്, എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ജീവിതം വെറുതെ കളയുന്നത്, അത് ഞാൻ ചെയ്യില്ല. അതായത് അത്തരം അധികാരങ്ങൾക്കും അത്തരം ശക്തികൾക്കും അത്തരം ആളുകളുടെ ഹുങ്കിനുമൊന്നും ഞാൻ വകവെച്ച് കൊടുക്കുകയില്ല. അതോടൊപ്പം തന്നെ പറയുന്നു, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഞാൻ എന്തിനെയാണോ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരെയാണോ ആരാധിക്കുന്നത്, ആ ഒരു ശക്തിയെ നിങ്ങളും ആരാധിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ വകവെച്ച് കൊടുക്കുന്ന ആ ശക്തികൾ, അത്തരം ദുഷിച്ച ചിന്തകൾ, അത്തരം ദുഷിച്ച വർത്തമാനങ്ങൾ, ആളുകളെ വെറുതെ ഉപദ്രവിക്കുകയും സാമ്പത്തികമായിട്ടുള്ള ചൂഷണം ചെയ്യുകയും അതുപോലെ തന്നെ ആളുകളെ വെറുതെ അടിമയാക്കി വെക്കുന്ന രീതിയിലുള്ള സമ്പ്രദായങ്ങളും, പെൺകുട്ടികളെ വെറുതെ കൊല്ലുകയും അവരെ ഏറ്റവും നീചരായി സമൂഹത്തിലെ ഏറ്റവും ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു പാഴ്വസ്തുക്കളായിട്ടൊക്കെ കാണുന്ന നിങ്ങളുടെ ആ ഒരു സമ്പ്രദായമുണ്ടല്ലോ, അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ അംഗീകരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, പടച്ചവനെയാണ്, നന്മയെയാണ്. ഈ പറയുന്ന അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ പോരാടിക്കൊണ്ട് എല്ലാ നീതിയും വകവെച്ച് കൊടുത്തുകൊണ്ട്, തുല്യനീതി എന്നുള്ളതിലുപരിയായിട്ട് ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലുള്ള നീതിയാണ് വേണ്ടത് എന്ന് വെച്ചാൽ ആ രീതിയിൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമ്പൂർണ്ണമായിട്ടുള്ളൊരു ജീവിത വ്യവസ്ഥയെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തൗഹീദിനെയാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും അവസാനം അവരോട് പറയുകയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വെറുതെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവരോട് പറയേണ്ട ഒരു കാര്യമാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളത്. അവർ നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വെറുതെ ചെളിവാരി എറിയുക എന്നുള്ളതാണ്, വെറുതെ എന്തൊക്കെയോ പറയുക എന്നുള്ളതാണ്. അവരുടെ പാട്ടിന് വിടുക. നേരെ മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്മ ആഗ്രഹിക്കുന്ന ആളുകളെയാണ്. നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുക. തിന്മ ആഗ്രഹിക്കുന്ന ആളുടെ കാര്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ കാര്യം പടച്ചവൻ തന്നെ പറഞ്ഞതാണ്. അവരേതാണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവർക്ക് അങ്ങ് മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളത്. അവർ നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് തിന്മയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവരങ്ങനെ പോകട്ടെ, അല്ലാതെ ഒരിക്കലും നമ്മളുടെ നന്മ അവരോടുള്ള പ്രതികാര ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ഗുണകാംക്ഷ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ മോശമായിട്ടുള്ള വാക്ക് അവർക്ക് മേലെ ഉപയോഗിക്കില്ല എന്നുള്ളത് കൂടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. മോശമായിട്ടുള്ള കമൻറ്റുകൾ അവർ പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ മോശമായിട്ടുള്ള മറു കമൻറ്റുമായിട്ട് നമ്മളവിടെ പോകേണ്ടതില്ല. എത്ര മോശമായിട്ടുള്ള കാര്യമാണെങ്കിലും അതിനെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്, നന്മയാണ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ടും കേൾക്കുന്നില്ല എന്നുള്ള അവസ്ഥ പറയുകയാണെങ്കിൽ
ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത വ്യവസ്ഥ, നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിവാസം. വലിയ ദീൻ, എനിക്ക് എൻ്റെ നന്മ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അവൻ്റെ അധ്യാപനങ്ങളെ, അവൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകരിലൂടെയും അവൻ പഠിപ്പിച്ചു തന്ന നന്മ, അത് മതി എനിക്ക്. നിങ്ങൾ നിങ്ങളുടെ തിന്മയുമായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളതുകൂടെ ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. ദീനിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും എന്ത് പ്രതികരണം നടത്തുമ്പോഴും നന്മയോടുകൂടെ പ്രതികരിക്കുവാനും നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.